2 ദിവസമായിട്ട് നല്ല മഴയാണ് നമ്മുടെ വയനാട്ടിലൊക്കെ. ഇന്നും റെഡ് അലേർട്ടാണ്. നമ്മൾ ആടുകൾക്ക് ഇല കൊടുക്കാണ്, രാവിലത്തെ ഇല. ഇത്ര ഇല കൊടുക്കാനുള്ളൂ, ബാക്കി ഇല വെട്ടണം എന്ന് പോയിട്ട്. നമ്മൾ ഇന്നലെ ആയിരുന്നു ഇല വെട്ടേണ്ടത്. നമ്മൾ ഒരു വട്ടം ഇല വെട്ടിക്കഴിഞ്ഞാൽ ശേഷം 3 ദിവസത്തിലേക്കുള്ള ലോഡാക്കി കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. ഇന്നലെ ഇല വെട്ടേണ്ടതായിരുന്നു. നമുക്ക് ഇലയൊക്കെ വെട്ടിത്തരുന്നത് സായുജ് നിതിനൊക്കെ ആയിരുന്നു. അപ്പം നല്ല മഴ കാരണം അവരാരും വരുന്നില്ല. വിളിച്ചിട്ട് ഇപ്പം സായുജ് ഇന്നലെ വരാന്ന് പറഞ്ഞ് എത്തിയിട്ടില്ല. നിതിൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാനും നാസർക്കും പോയിട്ട് എന്തായാലും ഇല വെട്ടുകയാണ്. നല്ല മഴയാണ്. മഴത്താണ് ഏറ്റവും ബുദ്ധിമുട്ട് ആട് വളർത്താനൊക്കെ. ഇതുപോലെ പ്ലാവിലെ വെട്ടാൻ ആരും വരില്ല. അപ്പൊ ഞങ്ങൾ ഉള്ള ഇല ഇട്ട് കൊടുത്തിട്ട്, ഇതിപ്പോ നമുക്ക് ഒരു നേരത്തെ കൊടുക്കാനുള്ള ഇല മാത്രമേ ഉള്ളൂ. നമ്മൾ 2 നേരമാണ് ഫാമിൽ ആടുകൾക്ക് ഇല കൊടുക്കാറുള്ളത്. അപ്പം രാവിലത്തെ വെള്ളം കൊടുത്ത് നമ്മളിപ്പോ തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഈ പ്ലാവില് വെട്ടാനായിട്ട് പോവാണ്. ഞങ്ങൾ പോകുന്നത് നമ്മൾ അടുത്തുള്ള കുറച്ച് ദൂരമുണ്ട്, ഒരു എസ്റ്റേറ്റിലോട്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് വെട്ടുന്ന ഒരു തോട്ടാണ്. അപ്പൊ അവിടുന്ന് നമ്മൾ വെട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആനയൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അപ്പൊ അവിടെ പോയിട്ട് വൈകുന്നേരം അവിടെ പോയി വെട്ടുന്ന റിസ്ക് ആണ്. ഇപ്പൊ രാവിലെ തന്നെ പോയിട്ട് ആ തോട്ടത്തിന് ഇല വെട്ടണം. നമ്മൾ എല്ലാ വർഷവും വെട്ടുന്ന തോട്ടാണ്. അപ്പൊ മഴ അടുപ്പിച്ചാണ് നമ്മൾ ആ തോട്ടം വെട്ടി തുടങ്ങാറുള്ളത്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയി. നാസർക്കാർക്ക് മരം കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനാണ് മരം വെട്ടുന്നത്. നാസർക്ക് നമ്മള് വെട്ടുന്ന ഇലയൊക്കെ ഒതുക്കി നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇപ്പൊ ഉള്ള ഇല നമ്മള് ഏകദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല മഴ ആയതുകൊണ്ടായിരിക്കും. മറ്റേ ഇതിനെ സഹായിച്ചൊക്കെ വിളിച്ച കറക്റ്റ് വരാറുണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ടാണ്. അപ്പം നമ്മളിതാ വെട്ടാനുള്ള സാധനങ്ങൾ ഇത് നമ്മളെ ഗുഡ്സിൽ കെട്ടുന്ന കയറാണ്, ലോഡാക്കി കെട്ടുന്ന കയറ്. കത്തിയെല്ലാം അണച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഇന്ന് വെട്ടുന്നത്. കത്തിയെല്ലാം അണച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് പോവാണ്. നമ്മളിവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. പിന്നെ നല്ല അട്ടയുള്ളൊക്കെ ഒരു സ്ഥലമാണ് അവിടെ. അത് കുറച്ച് ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലമാണ് ആ തോട്ടം. നല്ല അട്ടയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഷൂ ഒക്കെ ഇട്ട്, പിന്നെ ആശ്രയിക്കാൻ തന്നെ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഗംബൂട്ടൊന്നും ഇല്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല, നല്ല അട്ടയായിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ട് പോവാ. ഏകദേശം നമ്മളെ എത്താനായിട്ടുണ്ട്. ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ റോട്ടിൽ നിർത്തിയതാണ് ഇപ്പൊ. നമുക്ക് ആനപ്പിണ്ടം ഇന്നലെ രാത്രി വന്നതാണ് ആന. ഇതാണ് ഇവിടെ വൈകിട്ടൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. രാത്രിയൊക്കെ ഫുൾ ആന വരുന്ന സ്ഥലമാണ്. നമ്മളിത് ആ കാണുന്നതാണ് ഫോറസ്റ്റ്. അങ്ങോട്ട് ആ കാണുന്നൊക്കെ ഫോറസ്റ്റ് ആണ്. അതിനോട് ചേർന്നുള്ള എസ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പൊ നമ്മള് ഇലയൊക്കെ വെട്ടുന്നത്. ഇതൊരു 300 ഏക്കറോളം വരുന്ന കാപ്പിയുടെ എസ്റ്റേറ്റ് ആണ്. അതിനപ്പുറത്ത് നമ്മൾ വെട്ടുന്നത് ഒരു 60 ഏക്കറോളം വരുന്ന ഒരു തോട്ടത്തിൽ നിന്നാണ്. അപ്പൊ അവിടെയൊക്കെ മയില് കരയുന്നുണ്ട്. എല്ലാ സംഭവം ഇവിടെ ഫോറസ്റ്റ് ഞാൻ പറയുന്നത് കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. പക്ഷെ അതിന് രാവിലെ തന്നെ വന്നോട് കുഴപ്പമില്ല. ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് ആന. നമ്മളെന്തായാലും ഇനി അങ്ങോട്ട് പോവാ. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇല വെട്ടുന്ന സ്ഥലത്തും. അപ്പൊ ചെറിയൊരു പേടിയുണ്ട്. ആന പോയിട്ടുണ്ടാവും. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആന പോകും. ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെട്ടുന്ന തോട്ടം കേട്ടോ. ഈ കാണുന്ന 2 സൈഡ്, റോഡിന്റെ 2 സൈഡിലുള്ള തോട്ടാണിത്. ആ കാണുന്ന പ്ലാവുകളൊക്കെ നമ്മൾ എല്ലാ വർഷം വെട്ടുന്നതാണ്. അപ്പൊ നല്ല തളർത്ത ഇലകളുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ ഈ വർഷം ഇപ്പൊ തുടങ്ങിയത് 2 മരം വെട്ടിയിട്ടുള്ളൂ ഇപ്രാവശ്യം. അത് ആ ഒരു വലിയ മരം, അതൊന്ന് സായുജ് വെട്ടിത്തന്ന മരമാണ്. ഇത് രണ്ടും ഇവിടുന്ന് വെട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ലോഡ് ഇല ആയതുകൊണ്ട് പോയി. ഞങ്ങൾ പോയതിന് ശേഷം അതാ വന്ന് കാണിച്ചതാ. ആന വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ മിഞ്ഞാന്നിട്ട് വന്ന ആന. ഇത് അവിടെ ചവിട്ടുണ്ട് ആനന്റെ. ഇവിടെ വന്നിട്ട് ഇതാ ഞങ്ങൾ ഇല വെട്ടിയപ്പോ ഒറ്റ കാപ്പിയുടെ കൊമ്പൊന്നും പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ആന വന്നിട്ട് ഇതാ ചെയ്തു വെച്ചാണ്. ഇതൊക്കെ കാപ്പിയുടെ കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു കാട്ടുമാവിന്റെ മരം ഉണ്ട് കേട്ടോ. ഇതിന് മാങ്ങ കിട്ടാനായിട്ട് ഇതാ ആന അത്രയും ഹൈറ്റില് അതിന്റെ കൊമ്പ് ഉപയോഗിച്ച് കുത്തി മരം കുലുക്കി നോക്കിയാണോ അറിയില്ല. അത് അവിടെ കണ്ടോ, ഈ സ്ഥലത്ത് അത്രയും ഹൈറ്റില് ആനന്റെ കൊമ്പ് വെച്ചിട്ട് കുത്തിയിട്ടുണ്ട്. മാങ്ങ ഭയങ്കര ഇഷ്ടം, കാട്ടുമാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ നല്ല മാവുകളുണ്ട്. ഒക്കെ മാങ്ങ കഴിക്കാനും മാങ്ങയും ചക്കിയും ആനയ്ക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തോട്ടത്തിലൊക്കെ വരുന്നത്. ഇവിടെ തന്നെ ഞങ്ങൾ ഇല വെട്ടുമ്പോൾ അവർ പറയുന്നുണ്ട് നല്ല വർഷങ്ങൾ വെട്ടുന്ന പ്ലാവുകൾ, അതാണ് നല്ല തെളുത്ത ഇലകൾ. ഇവരിവിടെ ചക്ക എത്ര ഉണ്ടാവാൻ സമ്മതിക്കാറില്ല. ഞങ്ങളോട് പറയും ചക്ക വെട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല കാപ്പിത്തോട്ടായിട്ട് ഈ സമയത്തൊക്കെ വെട്ടാൻ സമ്മതിക്കുന്നതിന് ഇതിൽ ചക്ക ഉണ്ടാവാതെക്കാനാണ്. ഈ പ്ലാവിന്റെ അടിയിലൊക്കെ ആന വന്നിട്ടുണ്ട്. ആനപ്പിണ്ടം നോക്കണ്ടോ വഴിക്ക്. ആനപ്പിണ്ടം എല്ലാം. അപ്പൊ ചക്ക കിട്ടുന്നില്ല. ചക്ക ഞങ്ങൾ പ്ലാവ് വെട്ടുന്നതുകൊണ്ട് ചക്ക കിട്ടില്ല. ഇവർക്ക് ചക്ക വേണ്ടെന്ന് പറയുന്നത്. ഇവര് ഉടമസ്ഥർ ആദ്യം പറയുന്നത് തന്നെ, ഈ തോട്ടത്തിന്റെ ആള് പറയുന്നത് എത്ര ചെറിയ ചക്ക കണ്ടാലും വെട്ടിയിടണമെന്നാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ സമയത്തും ഈ മരമൊക്കെ വെട്ടാൻ തരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വെട്ടി കഴിയുമ്പോൾ ചക്ക ഉണ്ടാവില്ല. ഈ ഒരു മരത്തിലാണ് കയറുന്നത്. കയറുന്നതിന് മുന്നേ ഫുൾ സ്ലീവ് ആക്കി വെക്കണം, നല്ല വിളഞ്ഞി ഉണ്ടാവും. അപ്പം കയ്യിലൊന്ന് വിളഞ്ഞ ആൾക്കാനാണ്. ഇതിലൊന്നും പിടുത്തല്ലേ, മഴ ആയതുകൊണ്ട് നല്ല വഴുക്കലാണ്. അപ്പം പിടുത്തല്ല, ഏണിയൊന്നും എടുക്കാതെ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ എത്ര ദൂരമായതുകൊണ്ട് നമ്മൾ ഏണിയൊന്നും ഇട്ടിട്ടില്ല. കയറുക. ഇതൊക്കെ നല്ല തളിർത്ത ചപ്പാണ്. മഴക്കാലത്ത് ആരും വരില്ല. മഴ നല്ല വഴുക്കലായതുകൊണ്ടാണ് എല്ലാവരും മടിക്കുന്നത് ഇല വെട്ടിത്തരാനും വെട്ടാൻ വരാനൊക്കെ.
അങ്ങനെ വെട്ടി. ഇതൊക്കെ ആയാനൊന്നുമില്ല, എല്ലാ വർഷവും നമ്മൾ വെട്ടിയെടുക്കുന്ന എപ്പായതുകൊണ്ട് നല്ല തളിർത്ത ഇലയുള്ളത്. ഇങ്ങനത്തെ ഒരു 3-4 മരം വെട്ടിയതൊക്കെ നമുക്ക് ഒരു ലോഡാവുള്ളൂ. എന്നാൽ മാത്രമേ 2-3 സെറ്റ് കൊടുക്കാനുള്ള ചപ്പ് കിട്ടുള്ളൂ. ഇതൊക്കെ തെളുപ്പായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെട്ടണം ലോഡായി കിട്ടാനൊക്കെ. അപ്പം ചിലർ 5 മരം വരെ വെട്ടേണ്ടി വരും. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുന്ന് വെട്ടിയ മരങ്ങളൊക്കെ വലിയ മരമായതുകൊണ്ട് 2 മരത്തിൽ നിന്ന് നമുക്കൊരു ലോഡായിരുന്നു. ഫാമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും റിസ്ക് ഇങ്ങനെ മഴക്കാലത്തൊക്കെയാണ്. ഡയറീനെക്കാട്ടി ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് ഇതിലാണ്, ആട് ഫാമില്. വെച്ചാൽ മരം കയറാൻ ആരും വരില്ല, നമ്മൾ തന്നെ കയറണം. പിന്നെ പ്ലാവില കിട്ടാനൊക്കെ നമുക്ക് പ്ലാവില വെട്ടി കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കുറെ കിട്ടാനുണ്ട്. പക്ഷെ ബുദ്ധിമുട്ട് വരുന്നത് ഇവരെ മരം കയറാനൊന്നും ആളെ കിട്ടില്ല, അപ്പൊ നമ്മൾ തന്നെ കയറണം. അപ്പൊ ഫാമൊക്കെ നടത്തുമ്പോൾ നമ്മൾ തന്നെ എല്ലാ പണികളും ചെയ്യാൻ റെഡിയായി നിൽക്കണം. പണിക്കാരെ ആശ്രയിച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ, ഇവരാരും വരാത്തതുകൊണ്ട് ഇനി രാവിലെ തന്നെ നമ്മൾ ഒന്ന് വെട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം മഴ ആയാലും കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വന്നാലൊന്നും പണിക്കാരൊന്നും വരില്ല. അപ്പം നമ്മൾ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. നമ്മൾ ഈ പ്ലാവിന്റെ ശാഖയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ തോട്ടത്തിന്റെ ഓണർ നമ്മളെ ഫോണിൽ വിളിച്ചിരുന്നു. പറഞ്ഞത് ആന ഉണ്ട് തോട്ടത്തിൽ, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉൾഭാഗത്തോടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അവർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും കൂടെ പുള്ളി പറഞ്ഞത് എല്ലാ ചക്കയും വെട്ടിയിടാൻ. ഇതിലും ചക്ക ഇല്ല, ചക്ക ഉള്ളതിൽ കയറുകയാണെങ്കിൽ ഒറ്റ ചക്ക നിർത്തരുതൊക്കെ വെട്ടിയിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മരം ഏകദേശം തീർന്നു വെട്ടിയിട്ട്. ആയൊന്നുമില്ല, നല്ല തെളുത്ത ചപ്പായതുകൊണ്ട് കുറച്ചേരം മഴ ഒഴിവുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് മഴക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ 4ഓളം മരം വെട്ടിയിട്ടുണ്ട്. നാസർക്ക് ഇതുപോലെ കൊണ്ടുവെക്കാം. വെട്ടിയതൊക്കെ ഇതുപോലെ നമ്മൾ റോഡ് സൈഡിലോട്ട് കൊടുന്ന് ഒതുക്കി വെക്കാം. എന്നാലും നമുക്ക് ഗുഡ്സിലേക്ക് കയറ്റിയിടാനൊക്കെ എളുപ്പമാവും. ഇപ്പൊ വെട്ടി നല്ല പുളിയറുമ്പതാ, നല്ല കടിക്കുന്നുണ്ട്. ഇപ്പൊ വെട്ടിയ മരത്തിന് നല്ല പുളിയറുമ്പായിരുന്നു. നമ്മൾ വെട്ടി ചാടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കൊടുന്നതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ കട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഗുഡ്സിലേക്ക് പെട്ടെന്ന് കയറ്റിയിടണം. ഇനി അങ്ങോട്ട് പോവാം. അടുത്ത് നമ്മള് വെട്ടിയ ചപ്പൊക്കെ ഇനി ഇതുപോലെ ഗുഡ്സിലേക്ക് കയറ്റിയാണ്. കയറൊന്നും കെട്ടിയിട്ടില്ല, നമ്മൾ കെട്ടിയിട്ടില്ല. ആദ്യം തന്നെ ഇതുപോലെ ചവിട്ടി ഒതുക്കിയിട്ട് ഏറ്റവും ലോഡായി കഴിഞ്ഞ് ലാസ്റ്റ് മാത്രമേ കയറിയിട്ടുള്ളൂ. ആദ്യം ഞങ്ങൾ ചെറിയ കെട്ടാക്കി കൊണ്ടുവരില്ലായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ലോഡായി പോകും. നമുക്ക് കൂടുതൽ പ്ലാവിലൊന്നും കയറ്റാൻ കഴിയില്ല. ഇത് നമുക്ക് ചവിട്ടി ഒതുക്കാം. തല തിരിച്ചും മറിച്ചതുപോലെ അടിഭാഗത്തിട്ട് നമ്മൾ ഏകദേശം ഈ ഹൈറ്റിലോളം എല്ലാ സമയം വെട്ടാറുണ്ട്. അങ്ങനെ വെട്ടിയാൽ മാത്രം നമുക്കൊരു 3 ദിവസമൊക്കെ കിട്ടുള്ളൂ കൊടുക്കാനായിട്ട്. നല്ലോണം ഒതുക്കണം, അല്ലെങ്കിൽ നല്ല ചവിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ലോഡ് പൊന്തിപ്പോവും. നമുക്ക് കൂടുതലൊന്നും കയറ്റാൻ കഴിയില്ല. ഇതുപോലെ ഇട്ട് ഒതുക്കി വരണം. എന്തായാലും പെട്ടെന്ന് കയറ്റും. മഴ പെയ്തിട്ടുണ്ട്. മഴ ഇതുവരെ മഴ ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് നമ്മളിപ്പോൾ 4 മരമോളം വെട്ടിയിട്ടുണ്ട്. അത് കയറ്റി ഏകദേശം ലോഡ് ആവണം, ഇല്ലെങ്കിൽ മാത്രം വീണ്ടും ഒരു മരം വെട്ടും. നമ്മൾ കയറ്റി കഴിഞ്ഞിട്ട് മറ്റേ കൂടുതൽ വെട്ടിക്കഴിഞ്ഞാൽ ഒരു ലോഡ് പോവില്ല. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് പിന്നെ രണ്ടാമത്തെ സമയമൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് വെട്ടുന്നതുകൊണ്ട് ആയാനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്നൊക്കെ ഇല വെട്ടിയെടുക്കാൻ സാധിക്കുന്നത്. വലിയ കമ്പുകളൊക്കെയാണ് ഈ ആയണം. ഇത് എല്ലാ വർഷവും വെട്ടുന്നതുകൊണ്ട് ഇതുപോലെ ഉണ്ട്. അതാണ് മാക്സിമം കമ്പുകളൊക്കെ ഈ ഒരു റേഞ്ചുള്ള കമ്പുകളായി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആടുകൾക്ക് കൊടുക്കാനും എളുപ്പമാണ്. ഇവിടെ വന്നാൽ പെട്ടെന്ന് പണി തീരും. മറ്റേ നമ്മൾ വെട്ടിയത് ഒന്ന് ആഞ്ഞ് എന്നിട്ട് വേണം ഇതുപോലെ റോഡ് സൈഡിലൊക്കെ കൊണ്ടുവെക്കാനൊക്കെ ആയിട്ട്. ഇപ്പം 3 പണികളും എടുക്കണത്. വെട്ടിയത് നേരത്തെ തന്നെ നമുക്ക് ഗുഡ്സ് കയറ്റാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഇതുപോലെ റോഡ് സൈഡിലോട്ട് എടുത്തു വെക്കാൻ സുഖമാണ്. നമ്മൾ വെട്ടിയ പ്ലാവിലൊക്കെ ഗുഡ്സ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയൊരു പണി കിട്ടി. ഇതാണ് കൈയൊന്ന് മുറിഞ്ഞു പോയി. നമ്മൾ ലാസ്റ്റ് ഒരു കമ്പ് തെറിച്ച് നിൽക്കുന്ന കമ്പ് നാഞ്ഞതാണ്, കൈ മുറിഞ്ഞു. അപ്പം നമ്മൾ കയറ്റി കഴിഞ്ഞപ്പോൾ ലോഡായിട്ടില്ല. അപ്പം കൈ മുറിഞ്ഞുകൊണ്ട് ഇനി നല്ല വേദന ഉണ്ട്. നിർത്തണം. ഈ ലോഡ് ഇപ്പം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസം കൊടുക്കാനുള്ള ഇല ആയിട്ടുള്ളൂ. ഒരു 3 ദിവസത്തിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷെ നമ്മളാണ് ജോലി എടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ പറ്റൂല. നല്ല മുറിവാണ്. ഇപ്പം ഇങ്ങനെ ഒരു തുണി കിട്ടിയിരുന്നു, അത് കെട്ടി വെച്ചപ്പോൾ ബ്ലഡ് നിന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലിന് കുടുങ്ങിയ സംശയമുണ്ട്. വിരലേക്ക് ഇങ്ങനെ ഒരു അനക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി പെട്ടെന്ന് നിങ്ങൾ പോവാണ്. അപ്പം ഇനി പോയിട്ട് വേണം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണം. അപ്പം ഇതാണ് നമ്മുടെ അവസ്ഥ.
നമ്മളായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ അപകടങ്ങളൊക്കെ പറ്റും. പണിക്കാരുള്ളപ്പോഴൊക്കെ പറ്റാറുണ്ട്. പക്ഷെ നമുക്ക് ഈ നല്ല മഴയുള്ള സമയത്താണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. എന്നാലും നമ്മൾ ഇതൊക്കെ ഇതിന്റെ വഴിക്ക് വരുന്നതാണല്ലോ ഇതൊക്കെ. അപ്പൊ അതൊക്കെ അതിന്റെ മൈൻഡ് ചെയ്തിരുന്നില്ല, അതൊക്കെ നോക്കി ഒന്നുകൂടെ ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ വീഡിയോ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ചപ്പ് കിട്ടുന്നൊക്കെ. പക്ഷെ മുറിവായതുകൊണ്ട് ഇത് പറ്റുന്നില്ല. അപ്പൊ ഇനി എന്തായാലും വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്ന് ഹോസ്പിറ്റലൊക്കെ പോകണം.